സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതാണ് എൻ്റെ പുതിയ ചെരുപ്പുകൾ. എന്നോട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ. അതുകൊണ്ട് എനിക്ക് എന്നോട് വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. കുക്കി അല്ലേ. പിന്നെ ഇതെന്തിനു വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല. ഇതോടെ ഞാൻ ഡെയിലി വെള്ളം കുടിക്കും. എനിക്ക് എന്ത് കുറഞ്ഞൊരു സംശയം. ബൈ ഗൈസ്, ബൈ. സോ ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാട്ട് ഐ ബൗ ഫ്രം ലുലു. കാണിച്ചു തരാം. എന്തൊക്കെയോ വരുന്നുണ്ട്. എല്ലാം വെളിയിൽ ചാടിക്കാം. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ഉണ്ടോയെന്ന് തോന്നുന്നു. നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ രണ്ടെണ്ണമുള്ള നമുക്ക് ആദ്യം ഡ്രസ്സ് നോക്കാം. ഡ്രസ്സ് ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയതാണ്. ആക്ച്വലി ഇത് ലുലു എന്നല്ല വാങ്ങിയത്, ഇത് ട്രെൻഡ്സിൽ നിന്നാണ് വാങ്ങിയത്. ലുലുവിൽ സ്റ്റുഡിയോ അവിടെ കയറി നോക്കി, പിന്നെ അല്ലാത്ത കടയിലൊക്കെ നോക്കി. ഇതിൽ ഭയങ്കര റേറ്റാണ്. അപ്പം ഇത് 899 ആണ്. ഇതും വരും. പിന്നെ ഇതിനെ ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിനൊരു കോട്ടുണ്ട്, കണ്ടോ? ഞാൻ ലാസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഫസ്റ്റ് വൺ. ഇത് ഓവർ കോട്ട്. നമുക്കിത് ഇല്ലാണ്ടും ഇടാം. ബട്ട് ഐ ലൈക്ക് ദിസ്. അമ്മയുടെ സെലക്ഷനാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് 899 അല്ല, ഇത് 999 ആണ്. കണ്ടൂടെ? പക്ഷേ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സിമ്പിളാണ്. അമ്മയുടെ സെലക്ഷനാണ്. ഞാൻ എടുത്തിട്ടൊന്നും കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ ലാസ്റ്റ് വന്ന് അമ്മേനെ എടുത്ത് തരേണ്ടി വന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ദെൻ നമുക്ക് ചെരുപ്പ് നോക്കാം നെക്സ്റ്റ്. ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാൻ വാങ്ങിയ ഒരു ചെരുപ്പാണ്. സിനിമാറ്റിക് മാറ്റിക്കോട്ടെ. ഇതാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും റേറ്റ് വന്നിട്ട് 499 ഉള്ളൂ. പക്ഷേ ഇത് ഡെയിലി യൂസ് കൊള്ളാവുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഡെയിലി യൂസിനായിട്ട് വേറൊരു ചപ്പലും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഡെയിലി യൂസിന് വേണ്ടി, കോളേജിലൊക്കെ ഡെയിലി യൂസിന് വേണ്ടി വാങ്ങിയത്. ഇത് റേറ്റ് വന്നിട്ട് 399 ആണ്. കൊള്ളാം. നമുക്ക് ഡെയിലി യൂസിന് ഏതിൻ്റെ കൂടെ പെയർ ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും പിന്നെ വേറെ ഒന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഞാൻ രണ്ടും എടുത്തു. കാണിച്ചു. ഓക്കെ ഗൈസ്, പുതിയ ഡ്രസ്സായിട്ട് ചീത്തയാക്കണ്ട, ഊരി വെച്ചു. വെയിറ്റ്. ഓക്കെ, അടുത്ത ചെരുപ്പാണിത്. ഇത് കണ്ടോ? ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഡെയിലി യൂസ് ഇടാൻ പറ്റും. ഇത് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ചെരുപ്പ് അമ്മയ്ക്ക് കൊടുത്തു. ഇത് റേറ്റ് സെയിം ആണ്, 400 ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ചെരുപ്പുകൾ. ദെൻ അടുത്ത ഹോസ്റ്റലിലത്തേക്ക് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. ഹോസ്റ്റലിലത്തേക്ക് മെയിനായിട്ട് വാങ്ങാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, റൂം മാറി. എൻ്റെ വീഡിയോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു റൂം മാറി. അപ്പോൾ മുമ്പത്തെ വീഡിയോ ഇതിലാണെങ്കിൽ റൂമിലാണെങ്കിൽ നമ്മൾ 3 പേരായിരുന്നു. 3 പേർക്ക് ഒരു ഉജാല, ഒരു കംഫർട്ട്, ഒരു സ്കെച്ച്, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ റൂം മാറിയ സ്ഥിതിക്ക് എനിക്കെല്ലാം ഒന്നേന്ന്. പുതിയതായിട്ട് ഹോസ്റ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ വാങ്ങണം അതനുസരിച്ച് എനിക്ക് വാങ്ങേണ്ടി വന്നു. അത്രയ്ക്കൊന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ ഫയലാണ് വാങ്ങിയത്. ഫയല് ഇത് 10 രൂപ, 15 രൂപയ്ക്കാണ്. 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഫയൽ എൻ്റെ എപ്പോൾ വെച്ചാൽ ഞാൻ കൊണ്ട് കളയും. എന്നാലും ഞാൻ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ. അതുകൊണ്ട് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 3 ഫയല്, പിന്നെ ഒരു ബുക്ക്, പിന്നെ ഒരു പൗച്ച്, കുക്കി അല്ലേ. ഇതൊക്കെ ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. പക്ഷെ കൊള്ളാം. കൊള്ളത്തില്ല, അല കൊള്ളാം. ദെൻ ഇത് എന്തിനു വാങ്ങിയെന്നിട്ട് എനിക്കറിയത്തില്ല. കാരണം നമുക്കിങ്ങനെ ഓരോ കുപ്പിയാണ് നമുക്ക് ചെന്ന് എടുത്താൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വെള്ളം കുടിക്കും എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ വാങ്ങിയതാണ്. ഇതിലൂടെ ഞാൻ ഡെയിലി വെള്ളം കുടിക്കും. ഇതിലാണ്. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട്, വേറെ ഒന്നുമില്ല. എനിക്കറിയത്തില്ല ഇതെന്താണ്. എനിവേ, ഈ ഒരു ബോട്ടിൽ. ഇതിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, 100 to 100. എങ്ങനെയാണെന്ന് ഞാൻ വെള്ളം കുടിക്കാറില്ല. പിന്നെ ഇതെന്തിനു വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വല്ലതും ഇട്ട് വെക്കണ്ടേ. നമുക്ക് പേസ്റ്റ്, ബ്രഷൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിലാണ് വാങ്ങിയത്. കൊള്ളാം, നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഇത് എത്ര രൂപ നോക്കട്ടെ. ഇത് 60 രൂപയാണ്. കൊള്ളാം. സ്കെച്ച് എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തിനു വാങ്ങിയത്. സ്കെച്ച്
സ്റ്റാപ്ലർ, പിന്നെ സ്റ്റാപ്ലറിൻ്റെ പിന്നുണ്ട്. പിന്നെ എന്ത്, പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ പൈസ കൂടുതലെന്ന് തോന്നിയത് ഈ ഒരു മോയ്സ്ചറൈസർ, മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറും അതുപോലെ സൺസ്ക്രീനാണ്. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ടെന്ന്. പക്ഷെ അമ്മ പറഞ്ഞ് ആദ്യം നീ മുഖമൊക്കെ ഒന്ന് നേരെ നോക്കേണ്ട. മുഖത്ത് ഇപ്പം എൻ്റെ മുഖത്തൊരു പിമ്പിൾസ് പോലും അങ്ങനെ ഇല്ലാത്തതായിരുന്നു. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അമ്മ പറഞ്ഞ് ആദ്യം ഇത് വാങ്ങിയിട്ട് നീ വേറെ എന്തും വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. റേറ്റ് കൂടുതലാണ്. ഇത് 800 200 എല്ലാം കൂടെ ചേർത്ത് എത്ര ആയിരുന്നു മറന്നു. എന്നാലും കൊള്ളാം. ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേറെയാണ്, ഇപ്പോൾ ഇതിലോട്ടായി. പിന്നെ സോക്സ്, ഇത് നല്ല പൂക്കി കൊച്ചുപിള്ളേർ ഇടുന്ന പോലത്തെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇത് എന്തെങ്കിലും വാങ്ങിയ വെച്ചാൽ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. ഓൾറെഡി നമ്മൾ റൂമൊക്കെ മാറ്റിയപ്പോൾ എൻ്റെ ഇതേപോലത്തെ സാധനങ്ങളൊന്നും കാണാനില്ല. അങ്ങനെ ഒന്നേന്ന് വാങ്ങി. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വയ്ക്കാം, എല്ലാം ഇട്ട് വയ്ക്കാം. ഇത് റേറ്റ് വന്നിട്ട് 115 ആണ്. പക്ഷെ കൊള്ളാം കേട്ടോ. അത് 2 ദിവസം എൻ്റെ ഇരിക്കും, പിന്നെ ചീത്തയാവും. പക്ഷെ അല്ല, ഞാൻ നോക്കുന്നത് നല്ല കെയർ ചെയ്യുന്നത്. ഇതൊക്കെ ബില്ലാണ്. ഇത് കാണാതിരിക്കുന്നതാണ് ഭേദം. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് റിഗ്രറ്റ് അടിക്കും. ഇതൊക്കെ എന്തിനു വാങ്ങിയെന്ന് എനിക്ക് തന്നെ തോന്നും. പിന്നെ ഒരു സ്കെയില്. പിന്നെ ഇതൊരു സോപ്പാണേ. ഇത് പട്ടിക്ക് കൊടുക്കണമെന്നാണ് എനിക്ക്. സോറി ഗൈസ്, എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അങ്ങനെ ഞാൻ സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാമൊക്കെ അൺഇൻസ്റ്റാൾ ആക്കിയിട്ടാണ് വന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് പട്ടിയുടെ ആണെന്ന് തോന്നുന്നു. കണ്ട ഫുൾ എല്ലാം അതേപോലെ തന്നെ എല്ലൊക്കെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു സോപ്പ് ബോക്സ്. ഇത് വന്നിട്ട് 80 രൂപയാണ്. സത്യം ഈ പൈസയൊക്കെ വാങ്ങുന്ന കാര്യം ഇപ്പോൾ ഓർഡർ അല്ല, പൂക്കി സാധനമൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ സിസർ കണ്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ വോൾ സ്റ്റിക്കേഴ്സാണ്. ഞാൻ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3D ബട്ടർഫ്ലൈ ഡെക്കറേഷൻ വാങ്ങിയതാണ്. എന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വാങ്ങി. കുറച്ച് വെറൈറ്റി ആക്കട്ടെ. പിന്നെ ബില്ലുണ്ട്, ബില്ല് ഞാൻ നോക്കുന്നില്ല. പിന്നെ 2 മാർക്കർ. ഇത്രയേ ഉള്ളൂ. ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ബാക്കി ഇനി ഓർഡർ കൊടുത്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അത് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ എല്ലാം ഹോസ്റ്റലിലത്തേക്കും, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. വാച്ച്. ഇതെൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിനിപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ. ഇതിങ്ങനെ മുറിച്ചാൽ മാത്രമേ എൻ്റെ കൈക്ക് കറക്റ്റ് ആവത്തുള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. വേറെ ഇനി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ വരാണ്ട് അത് കൂടെ വന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ. വേറെ ഒന്നും പറയില്ലല്ലോ. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ കാണിക്കണോ? എനിക്കറിയത്തില്ല, ഇതിനെപ്പറ്റി വീഡിയോ എടുക്കാൻ എനിക്കറിയത്തില്ല, ഇങ്ങനത്തെ വീഡിയോസ്. പിന്നെ ഇപ്പോൾ ചെരുപ്പ്, ഡ്രസ്സ്, പിന്നെ ഹോസ്റ്റലിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ, ഇത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.